ഫസ്റ്റ് ഓഫ് ഓൾ ചങ്ങനാശ്ശേരി അതിരൂപുര ഇങ്ങനെയൊരു അവാർഡിന് എന്നെ സെലക്ട് ചെയ്തതിനും ഇവിടെ ഈ ഒരു വേദി തന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം അതൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. എൻ്റെ ഈ യാത്ര യൂട്യൂബിൽ കാണുന്ന എല്ലാവർക്കും ഏകദേശം അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി രസം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ അച്ഛൻ മീഡിയയുടെ പവറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതും നമ്മുടെ ആങ്കർ പറഞ്ഞ എൻ്റെ ഫാമിലി എൻ്റെ ലൈഫിൽ എന്നെ ഇതിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് തന്നിട്ടുള്ളൊരു സംഭവമാണ്. അതിവിടെയൊന്നുമല്ല, അമേരിക്കയിൽ വെച്ചിട്ട്. ഞാനിങ്ങനെ ഒരു ഫിഷിങ് ചെയ്യണം, എനിക്കങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എവിടെയെങ്കിലും എക്സോട്ടിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴേക്കും US സൗത്ത് കാരോളിനയിൽ ഫ്രൈങ് പാൻ ടവർ എന്ന് പറയുന്നൊരു ടവറുണ്ട്. അതൊരു കൈൻഡ് ഓഫ് ഒരു റെസ്ക്യൂ ടവറാണ്. അതായത് ഷിപ്പുകളൊക്കെ ആക്സിഡൻ്റ് ആവുകയാണെങ്കിൽ റഡാർ ഇല്ലാത്ത കാലത്ത് അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള ടവർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓണർക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ എനിക്കത് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരും. കാരണം അതിന് ഭയങ്കര ടച്ച് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഞാനിങ്ങനെ മെയിൽ അയച്ചു, ഞാനിങ്ങനെ ഒരു ഫിഷിംഗ് വ്ളോഗറാണ്, അപ്പോൾ എനിക്ക് അവിടെ വന്ന് ഇങ്ങനെ ഒരു 2 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം. ഒരു വീക്കിലി 4 പേർക്കൊക്കെ ഉള്ളൂ അക്കോമഡേഷൻ കൊടുക്കത്തുള്ളൂ. സാധാരണ ഒരു ടൂറിസ്റ്റുകൾ പോകുന്നൊരു സ്ഥലമല്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആളെനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളങ്ങനെ സാധാരണ വ്ളോഗേഴ്സിനെ അങ്ങോട്ടേക്ക് എൻ്റർടൈൻ ചെയ്യാറില്ല. കാരണം ഇതിനു മുമ്പ് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്ളോഗറിനെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആളവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു, വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് ഹോട്ടൽ. കാരണം ആ സ്ഥലം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരു 60 മീറ്റർ ഹൈറ്റിലൊക്കെ തിരമാല വരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ആ വീഡിയോ അവർക്ക് ശരിക്കും ഭയങ്കര നെഗറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വ്ളോഗേഴ്സിന് എൻ്റർടൈൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ പുള്ളി എനിക്ക് മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. റിച്ചാർഡ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ആളെനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, സിമൻ വി ആർ വെരി ഹാപ്പി ടു വെൽക്കം യു. അപ്പോൾ ഞാൻ ഭയങ്കര ഇതായിപ്പോയി. കാരണം ആളെന്നോട് ആദ്യമേ നോ പറഞ്ഞു, രണ്ടാമത് പോരാൻ പറഞ്ഞു. റീസൺ പറഞ്ഞതാണ്, ഞാനിങ്ങനെ നിൻ്റെ ചാനലെടുത്ത് നോക്കി, എല്ലാത്തിലും നിൻ്റെ പേരൻസ് ഉണ്ട്, നിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം എനിക്കതെന്തോ ഞാനങ്ങനെ കാണാറില്ല. അപ്പം നീ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നീ പോര്. പുള്ളിക്ക് എന്നെ അറിയത്തില്ല. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അവിടെ ചെല്ലുന്ന ആൾ ഞാനാണ് ആ ടവറിൽ. പുള്ളിക്ക് നമ്മളെ അറിയത്തില്ല, എൻ്റെ ലാംഗ്വേജ് അറിയത്തില്ല. ആളാ വീഡിയോ കണ്ടിട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ എന്താ പറയുന്നതെന്ന് ആൾക്കറിയത്തില്ല. പക്ഷേ ആ ഒരു ചെറിയ ഫാമിലി എന്ന് പറയുന്നൊരു ഇതാണ് എന്നെ അവിടെ എത്തിച്ചത്. അപ്പോൾ എൻ്റെ വൈഫ് അഞ്ജു, അവൾ നേഴ്സായിരുന്നു, UK അപ്പോൾ 5 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് അവൾ തിരിച്ച് റിസൈൻ ചെയ്തിട്ട് നാട്ടിലോട്ട് വന്നത്. റീസൺ ഫാമിലി. കാരണം നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ പേരൻസ് ഒന്നും കാണത്തില്ല. കാരണം വളരെ കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക്. നമ്മൾ വിചാരിക്കും ഇഷ്ടംപോലെ സമയമുണ്ട്, അവിടെ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ സെറ്റിലായിട്ട് തിരിച്ചു വരാം. പക്ഷേ എവറിത്തിങ് ഈസ് ടെമ്പററി. നമ്മൾ നാളെ തിരിച്ചു വരുമ്പോഴേക്കും ആരും കാണത്തില്ല നാട്ടിൽ. അപ്പോൾ ഇവിടെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും വി ലൈക്ക് ഇറ്റ് ബീങ് ഹിയർ. അപ്പോൾ മേടം കൊടുത്തേക്ക് ഇരിക്കുക. ഞങ്ങളെല്ലാ ദിവസവും വൈകിട്ട് ചൂണ്ടിടാൻ പോകും. ഞായറാഴ്ച വൈകിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻ്റ് വിത്ത് ഫാമിലി വിൽ നെവർ കം ബാക്ക്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ കാണുന്ന ടെർമിനോളജി, പിന്നെ അവർ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഒത്തിരി പേരുണ്ട് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. ഞാൻ ഇവളായിട്ട് കൊച്ചിനായിട്ട് ജിമ്മിൽ പോകും വർക്കൗട്ട് ചെയ്യാൻ. അപ്പം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇവളെങ്ങനെയാണ് ഈ ഒരു 1.5 മണിക്കൂർ ജിമ്മിൽ ചുമ്മാ ഇരിക്കുന്നത്? 3 വയസ്സേ ഉള്ളൂ. ഇവൾ എൻ്റെ കൂടുതൽ ഫുള്ള് വർക്കൗട്ടിലിരിക്കും. അതിൻ്റെ ആൻസർ ഫാമിലിയാണ്. കാരണം ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്ക് ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് അതിൻ്റെ ഒരു പാട്ടാവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആസ് എ യൂട്യൂബർ നമ്മളെല്ലാം കാണുമ്പോൾ സിബിൻ ചേട്ടൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇപ്പം സിബിൻ ചേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ വൈകുന്നേരം ഫിഷിങ്ങിന് പോകുന്നു, നിങ്ങൾ ഒരുമിച്ച് കുഞ്ഞുമറിയം വരെ ചൂണ്ടയിടുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ഇങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു ഫോർമുല എന്താണ്? ചേട്ടൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്താണ്? അത് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നതല്ല, അത് നമ്മളെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ചൊരു സംഭവമാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയും, എന്നെ ആരാണ് ചൂണ്ടയിടാൻ പഠിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഇവളുടെ ഏജ്, കുഞ്ഞുമരത്തിൻ്റെ ഏജ് ഉള്ളപ്പോഴേക്കും എൻ്റെ വല്യമ്മച്ചി ഞങ്ങളെ എല്ലാമായിട്ട് ചൂണ്ടിടാൻ പോകുമായിരുന്നു.
അമ്മച്ചി പുല്ല് എത്താൻ വേണ്ടി ആറ്റിൻ്റെ കരയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് അമ്മച്ചി പോകും. എന്നിട്ട് അമ്മച്ചിയും ഇടയ്ക്ക് കയ്യിൽ ചൂണ്ടയിടും, ഞങ്ങൾ സൈഡിൽ കൂടെ ഇടും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഫാമിലി നമ്മുടെ സഭയുടെ നമ്മളെ കൊച്ചിലെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന കുടുംബമാണ് എല്ലാം. കുടുംബ പ്രാർത്ഥന, നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഫാമിലി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ അത് ഞാനായിട്ട് യൂസ് ചെയ്തല്ലോ, എന്നെ കാണിച്ചു തന്നാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയിട്ടും എൻ്റെ പേരൻസ് ആയിട്ടും സൺഡേ സ്കൂളിൽ നിന്നും എല്ലായിടത്തുനിന്നും. അപ്പം അതാണ് അതിൻ്റെ ഒരു. ഹലോ ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചാൽ നെഗറ്റീവ് കമൻസ് കൂടുതലും വരാറുണ്ട്. അത് റീസെൻ്റായിട്ട് ഞാൻ കണ്ടതാണ്. ഞാൻ എല്ലാ വീഡിയോസും കാണും, ഞാൻ സബ്സ്ക്രൈബും കൂടെ. അപ്പം കൊച്ചിനെ എപ്പോഴും വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ കമൻസ് നോക്കുമ്പോൾ എന്തിനാ കൊച്ചിനെ കാണിക്കുന്നത്, എന്തിനാ കൊച്ചിന് മൈക്ക് കൊടുക്കുന്നത്, ഭയങ്കര സൗണ്ട്. അപ്പം കൊച്ചിനെ എന്തിനാ ഇങ്ങനെ, സാധാരണ നമ്മൾ പൊതുവെ പിള്ളേരെ അങ്ങനെ പല യൂട്യൂബിലൊന്നും കാണിക്കാറില്ല. അപ്പം അതെന്തുകൊണ്ട് കൊച്ചിനെ കാണിക്കുന്നു? അപ്പം അതിനെന്താ പറയാനുള്ളത് ആ നെഗറ്റീവിനെ കുറിച്ച്? ഞാൻ ആക്ച്വലി നെഗറ്റീവ് മൈൻഡ് ചെയ്യാത്ത ആളാണ്. ഞാൻ ആലോചിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്ന് ഇത്ര സമയം കിട്ടുന്നത്? അതായത് ഒരു ഉപകാരമില്ല. ഇപ്പം നമ്മൾ ചുമ്മാ നടക്കാൻ പോവാ, ഒരാൾ എൻ്റെ നാട് നീ എന്തിനാ നടക്കാൻ പോകുന്നത്, അങ്ങനെ വേറൊരാൾ അവൻ ചുമ്മാ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് അങ്ങ് നടക്കാം. നമ്മൾ എന്ത് ചെയ്താലും നിങ്ങളെ ആരും നല്ലത് മാത്രം പറയത്തില്ല. നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോ ഈ ലോകത്ത്, ഒരു 30% ആൾക്കാർ അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കും. നിങ്ങൾ നമ്മുടെ കർത്താവ് ഇവിടെ ഇഷ്ടംപോലെ കുറ്റം കേട്ടേക്കുന്നത്. നമ്മൾ ആലോചിക്കുക. നമ്മളപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചിനെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടുള്ള കാലത്ത് സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സോഷ്യൽ മീഡിയ നമ്മൾ എല്ലാ ടെക്നോളജിയും പിള്ളേർ യൂസ്ഡ് ആയിരിക്കണം, ഇവരറിയണം ഇതെന്താണ്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ നമ്മുടെ പാർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കമൻറ്റുകൾ പൊതുവെ വായിച്ചാലും ഞങ്ങൾ ചിരിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത് ഇവർക്ക് ഇവിടുന്ന് ഇത്ര സമയം കിട്ടും, അത്രേ ഉള്ളൂ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ജേർണി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സസ്റ്റെയിൻ ആയിട്ട് പോകുന്ന ഒന്നല്ലല്ലോ, അവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പം ഈ ഒരു ഹാപ്പിനെസ് അല്ലാതെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ, അതൊരു ഫാക്റ്റാണ്. എല്ലാവരുടെ ജീവിതത്തിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എനിക്കും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഡെയിലി ചിലപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒന്നുകിൽ വൈഫിൻ്റെ അടുത്ത് ആദ്യം ഞാനത് പറയും. ഞങ്ങൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എനിക്ക് നല്ല സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ആൾക്കാരോട് സംസാരിക്കും, നമ്മളിത് ഓപ്പണായിട്ട് പറയും, ഇന്നൊരു സംഭവം ഉണ്ട് എനിക്ക്, ഇപ്പം ഞാനിതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പം നമുക്ക് നല്ല അഡ്വൈസ് തരാനായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പപ്പ, മമ്മി, ചേട്ടൻ, എൻ്റെ ബ്രദർ, എൻ്റെ എൽഡസ്റ്റ് ബ്രദർ അതിനൊരു എക്സാമ്പിളാണ്. കാരണം ഞാൻ ഒരാഴ്ച വിളിച്ചിട്ട് എന്നോട് മെസ്സേജ് ചോദിക്കും, അതെല്ലാം ഓക്കെ അല്ലേ എന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ബോണ്ടുകളാണ് നമ്മളെ ഈ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലും പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്.